കൊല്ലവർഷം 1 രൂപം കൊണ്ടതാണ് ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രം. കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രം. ഇവിടെ കേരളത്തിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിൽ വളരെ സുപ്രധാനമായ ക്ഷേത്രമാണ് ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രം. ഈ മുളങ്കാടകം ദേവീക്ഷേത്രത്തിലെ ഈ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് അടനിവേദ്യമാണ്. ഈ മുളങ്കാടകം എന്ന് പേര് കിട്ടാൻ കാരണം ഇവിടെ നേരത്തെ മുളങ്കാടായിരുന്നു. ഈ മുളങ്കാട് എന്ന പ്രദേശത്ത് ഒരു അടയാട്ടി പുല്ല് അറുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി കാക്കവിളക്കേന്തി ആ കാട്ടിനുള്ളിലേക്ക് കയറി പോകുന്നതായി ആ അടയാട്ടി കണ്ടു. ഇത് കണ്ട് അടയാട്ടി ഭയന്ന് വിറച്ച് അവിടെ നിൽക്കുകയായിരുന്നു. കാരണം അവർക്ക് എന്ത് സംഭവിച്ചു എന്താണെന്ന് അറിയാൻ വയ്യാതെ ഭയന്ന് വിറച്ച് നിൽക്കുന്ന സമയത്ത് അതുവഴി അന്നത്തെ ഉത്തരം വെപ്പും കഴിഞ്ഞ് അന്ന് കാലത്ത് ഉത്തരം വെപ്പ് കഴിഞ്ഞ് ഒരു മൂത്താശാരി തൻ്റെ ഗണപതി ഒരുക്കും തോർത്തിൽ കെട്ടി അതുവഴി നടന്നു വന്നു. ഈ വന്ന സമയത്ത് ഈ അടയാട്ടി ഈ മൂത്താശാരിയോട് ഈ നടന്ന സംഭവം വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹം തൻ്റെ മൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാക്കവിളക്കേന്തിയ സുന്ദരിയായ ആ പെൺകുട്ടി ഇദ്ദേഹം യോഗീശ്വരൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ യോഗീശ്വരനോട് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ഉത്തരം വെപ്പും കഴിഞ്ഞു കൊണ്ടുവരുന്ന ആ ഗണപതി ഒരുക്കായ അവിലും മലരും ഈ പെൺകുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. ഇത് തൃപ്തിയോടെ കഴിക്കുകയും ഈ പെൺകുട്ടി തനിക്ക് ഇരിക്കാനൊരു ഇടം വേണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് ഉചിതമായ ഒരു സ്ഥാനം അദ്ദേഹം അവിടെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് ഇതിനെല്ലാം സാക്ഷിയായി അടിയാട്ടിയും അതുപോലെ തന്നെ ഒരു അഞ്ചലോട്ടക്കാരനും ആ സമയങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ അഞ്ചലോട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ രാജസന്നിധിയിൽ ചെന്നപ്പോൾ താമസിച്ചു ചെന്നതിന് വേണ്ടി രാജാവ് പ്രകോപിതനായി. ഈ സമയം ഈ അഞ്ചലോട്ടക്കാരൻ ഈ മുളങ്കാട്ടിൽ നടന്ന സംഭവങ്ങൾ രാജാവിനോട് വിശദീകരിച്ചു. പക്ഷേ രാജാവ് അതുകൊണ്ടൊന്നും തൃപ്തനായില്ല. ഇദ്ദേഹം പറയുന്നത് കള്ളമാണ് എന്നാണ് രാജാവ് കരുതിയത്. ഈ സമയം ഇദ്ദേഹം കള്ളം പറഞ്ഞതിനാൽ ഇദ്ദേഹത്തിൻ്റെ നാവ് അറുത്തെടുക്കുന്നതിന് വേണ്ടി രാജാവ് ഉത്തരവിട്ടു. ഇത് കണ്ട് ഭയന്ന് എൻ്റെ നാവ് പോകുമല്ലോ എന്ന് പറഞ്ഞ് അവിടെ വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് യോഗീശ്വരൻ കൂടിയായ ഈ നമ്മുടെ ഇദ്ദേഹം ഒരു അനുഗ്രഹം ഉണ്ടാവുകയും ഇദ്ദേഹം ഒരു തൂഷനുള്ള വെട്ടി കായലിലിടുകയും അതിൽ കയറി നിന്നുകൊണ്ട് നാന്തകം കൊണ്ട് തുഴഞ്ഞ് അവിടെ രാജസന്നിധി എത്തുകയും ചെയ്തു. അദ്ദേഹം ചെന്ന് പറഞ്ഞു, എൻ്റെ ഭക്തൻ്റെ നാവിന് പകരം എൻ്റെ നാവ് ഞാൻ തരാമെന്ന് പറയുകയും സ്വന്തം നാവ് വലിച്ചിട്ട് കൊടുക്കുകയും ചെയ്തു. ഈ സമയം ഇത് കണ്ട് ഭയന്ന രാജാവ് ഇദ്ദേഹം വിറച്ചുപോയി. ഇദ്ദേഹത്തിനൊരു ഭയം കൊണ്ടായിപ്പോയി. പ്രായശ്ചിത്തമായിട്ടാണ് ഈ ക്ഷേത്രം നൽകുന്നതിനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും ഈ രാജഭരണകാലത്തുള്ള സമയത്ത് ഈ ഭണ്ഡാര വസ്തുക്കൾ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തതായിട്ടാണ് ഈ മുളങ്കാടകം ദേശത്തിൻ്റെ ഐതിഹ്യമായിട്ടാണ് ഈ ക്ഷേത്രം അങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഇതിൻ്റെ ഐതിഹ്യമായിട്ട് വരുന്നത്. ഇവിടെ നടക്കുന്ന പ്രധാന ഉത്സവം 10-ാം ഉദയത്തിന് മേടം 1 മുതൽ മേടം 10 വരെയാണ് ഇത് ഉത്സവം ഇവിടെ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ഇതിൽ 10-ാം ഉദയം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വിശേഷം കേരളത്തിൽ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന ഒന്നാണ് ഗരുഡൻ തൂക്കം. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു വിശേഷമാണ് ഗരുഡൻ തൂക്കൽ. ആ ഗരുഡൻ തൂക്കം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളില്ലാതെ ദമ്പതിമാർക്ക് അവർ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയങ്ങളിലും അവരൊരു നേർച്ച ചെയ്യാറുണ്ട്, കുട്ടിയെ കൊണ്ടുവന്ന് ഗരുഡൻ പ്രാർത്ഥിക്കാമെന്ന്. അതുപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയും അവർ നേർച്ച നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ഗരുഡൻ തൂക്കം വളരെ വിശാലമായ രീതിയിൽ 10-ാം ഉദയത്തിന് രാത്രി 10 മുതൽ തിരിച്ചേന്ന് വന്ന ദിവസം വെളുപ്പാങ്കാലത്ത് വരെ ഇവിടെ ആ ഒരു രീതിയിൽ വളരെ ആഘോഷപരമായിട്ടാണ് നമ്മളിവിടെ ഗരുഡൻ തൂക്കം നടന്നുകൊണ്ടിരിക്കുക. 10,000-ഓളം പേര്. ഇപ്പോഴേ ഏഴംകുളത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ചില ഡിമ്മുകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയൊക്കെ അതിൽ കൂടുതൽ 1000-ൽ കൂടുതൽ ആൾക്കാർ കുട്ടികൾ ഇവിടെ ഗരുഡൻ തൂക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്ഷേത്രം മൂലസ്ഥാനം ഇതിന് തൊട്ട് കിഴക്കാണ്. അതുപോലെ തന്നെ മൂർത്തി ക്ഷേത്രമുണ്ട്, നാഗരാജ ക്ഷേത്രമുണ്ട്, യോഗീശ്വരൻ, ഇങ്ങനെ വളരെ വിശാലമായ രീതിയിൽ ഇവിടെ കിടക്കുന്നതാണ്. ഇവിടെ എല്ലാ മാസവും കഞ്ഞി സദ്യ അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ ചിട്ടയോടെയും അടുക്കോടെയും ചെയ്തു കൊടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വെള്ളി ദിവസങ്ങളിൽ വായന, ഇവിടെ നാരങ്ങാ വിളക്ക്, അങ്ങനെ വിശേഷമായി എല്ലാ ദിവസവും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ദേവിയുടെ കാരുണ്യം കൊണ്ട് ഈ ശ്രീ മുളങ്കാടകം ദേവി
ദേവീക്ഷേത്രം ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ഇവിടെ പല കാര്യങ്ങളിലും നടത്താനുണ്ട്. അതിനുള്ള ഭരണസമിതി അതിനുള്ള തയ്യാറെടുപ്പിൽ ആണ്. വളരെ വർഷങ്ങളായി നിൽക്കുന്നെങ്കിൽ തന്നെയും ബാക്കിയുള്ള കാര്യങ്ങൾ സദ്യാലയം മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ പുറമായിട്ടുള്ള മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ ഭരണസമിതികൾ ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. എൻ്റെ പേര് ജി വിജയൻ. ഈ ക്ഷേത്രത്തിൻ്റെ ജി വിജയൻ ഇൻഷോള ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ ഭരണസമിതിയിലെ സെക്രട്ടറിയാണ്.